നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 3-ാം തീയതി ഞായറാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരാനിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് 2026-27 സാമ്പത്തിക വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ നിരവധി മാറ്റങ്ങളാണ് ബാങ്കിംഗ് മേഖലകളിൽ വരുന്നത്. ബാങ്കിംഗ് സാമ്പത്തിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരികയാണ്. സ്വർണ്ണപ്പണയ വായ്പകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പണയ മൂല്യത്തിന്റെ 85% വരെ ഇപ്പോൾ വായ്പകൾ ലഭിക്കും. കൂടാതെ വായ്പ തിരിച്ചടച്ചാൽ 7 പ്രവൃത്തി ദിവസത്തിനകം പണയം മുതൽ തിരിച്ചു നൽകണമെന്നും RBIയുടെ കർശന നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഭവന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ചില വാർത്തകളുമുണ്ട്. അതായത് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താത്ത സാഹചര്യത്തിൽ പലിശ നിരക്കുകളിൽ നിലവിൽ വർധനവുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ EMI തുകയിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും. ഇതിനു പുറമെ ഫ്ലോട്ടിംഗ് പലിശ നിരക്കിലുള്ള വായ്പകൾ കാലാവധിക്ക് മുൻപേ അടച്ചു തീർക്കുന്നവർക്ക് ഏപ്രിൽ മുതൽക്കു തന്നെ പ്രീ പേയ്മെന്റ് പെനാൽറ്റി ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് രാജ്യത്തെ LPG ഉപഭോക്താക്കൾക്ക് മെയ് മാസം 1 മുതൽ പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. സിലിണ്ടർ ബുക്കിംഗ്, ഡെലിവറി രീതികൾ, അതുപോലെ തന്നെ വില നിർണ്ണയം എന്നിവയിലാണ് പുതിയ മാറ്റങ്ങൾ വരുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾ വിതരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികൾ. ഇന്ത്യൻ ഓയിൽ, അതുപോലെ തന്നെ ഭാരത് ഗ്യാസ്, HB ഗ്യാസ് എന്നീ കമ്പനികൾ പുതിയ ഡെലിവറി ബുക്കിംഗ് നിയമങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ബുക്കിംഗ് ഇടവേളകളിലാണ് മാറ്റം വരുന്നത്. നഗരപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 25 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ഇനി ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഇത് 45 ദിവസമാണ്. 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് 35 ദിവസമായും ക്രമീകരിച്ചിട്ടുണ്ട്. വിതരണ സംവിധാനം സുതാര്യമാക്കുകയും കരിഞ്ചന്ത വിൽപ്പന, അതോടൊപ്പം തന്നെ യഥാർത്ഥ ഉപഭോക്താവിന് തന്നെയാണ് സിലിണ്ടർ ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഒക്കെ ഭാഗമായി OTP അടിസ്ഥാനമാക്കിയാണ് LPG സിലിണ്ടർ വിതരണം നടക്കുന്നത്. ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈപ്പറ്റാൻ സാധിക്കൂ. അതോടൊപ്പം തന്നെ ആധാർ അധിഷ്ഠിത KYCയും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം വരുത്താൻ RBI ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ പൂർത്തിയാക്കാൻ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm തുടങ്ങിയ UPI ആപ്പുകൾ വഴി പണം അയച്ചാൽ സ്വീകർത്താവിന് ലഭിക്കാൻ 1 മണിക്കൂർ സമയമെടുക്കും. കഴിഞ്ഞ വർഷം മാത്രം 28 ലക്ഷത്തോളം തട്ടിപ്പ് കേസുകളിലായി 22,931 കോടി രൂപ നഷ്ടപ്പെട്ടതായി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടുണ്ട്. ഈ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് കരുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചിട്ട് 2 മാസം പിന്നിടുമ്പോഴേക്കും ഇപ്പോൾ 3-ാം മാസത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയായിരിക്കുകയാണ്. വലിയ ആശ്വാസമാകുമെന്ന് കരുതിയ പദ്ധതിയാണ് ഇപ്പോൾ കുടിശ്ശികയായി ഈ മാസത്തെ പെൻഷൻ ലഭിക്കാത്ത സാഹചര്യമായിരിക്കുന്നത്. സേവന പെൻഷൻ വിഭാഗത്തിൽ അന്വേഷിച്ചാൽ സർക്കാർ ഉത്തരവ് വരാത്തതിനാലാണ് ഈ ഒരു തുക വിതരണം ചെയ്യാനാവാത്തത് എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ഇനി ഇലക്ഷൻ ഫലം വരാനായ സാഹചര്യത്തിൽ ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു തുകയുടെ വിതരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് 2,000 രൂപ ഈ മാസം ലഭിക്കേണ്ടതുണ്ട്. അതും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. തുക അനുവദിച്ചുള്ള ഉത്തരവൊക്കെ മുൻകൂർ ഇറക്കേണ്ടതുണ്ട്. അത് ഇറക്കാത്ത സാഹചര്യത്തിൽ ഇനി ഈ മാസം ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ സംശയത്തിലായിരിക്കുകയാണ്. ഒരു പക്ഷേ ഇനി അടുത്ത സർക്കാർ അധികാരത്തിലെത്തി ആദ്യം ഒപ്പുവെക്കുന്ന നടപടികൾ ഇത്തരത്തിലുള്ള സുരക്ഷാ പെൻഷനുകൾ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളൊക്കെ അനുവദിക്കുന്ന ഒരു ഫയലിലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ അടുത്ത് തന്നെ ഈ ഒരു സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.